എനിക്ക് സമ്പത്ത് തരണേ തമ്പുരാന്, എനിക്ക് നല്ല ഭാര്യയെ തരണേ തമ്പുരാന്, എനിക്ക് നല്ല ഭർത്താവിനെ തരണേ തമ്പുരാന്, എനിക്ക് കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ തമ്പുരാന്, എനിക്ക് വീട് തരണേ അല്ലാ, എനിക്ക് ജോലി തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്നെ ഖബറിൽ രക്ഷപ്പെടുത്തണേ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എനിക്ക് സ്വർഗം തരണേ തമ്പുരാന്, എനിക്ക് ഹജ്ജും ഉംറയും ചെയ്യാ ഭാഗ്യം തരണേ തമ്പുരാന്, മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. എല്ലാവരും അല്ലാഹുവിനോട് എപ്പോ ദുആ ചെയ്താലും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചവനെ എന്റെ ഈമാൻ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ചെയ്യുന്നത് ഈമാൻ വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? റബ്ബിനോട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ എന്റെ ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിനോട് ഈമാൻ വർദ്ധിക്കാൻ ദുആ ചെയ്യണേ. ആരാ അങ്ങനെ പറഞ്ഞതെന്നറിയുമോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കസറമായദു യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, മുത്തുനബി എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുവേ എന്റെ ഹൃദയം നീ എന്റെ ഹൃദയം നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. എപ്പോഴും അവിടുന്ന് ദുആ ചെയ്യുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുന്നത് കേട്ടപ്പോ അവിടുന്ന് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, മുത്തുനബിയേ മാ അക്സിറു വമാ യദൂ ഫീഹാ ഹാദിഹി ദുആ. എപ്പോഴും ഈ ദുആ ചെയ്യുന്നത് ഞാൻ കേൾക്കാറുണ്ട് നബിയേ. എപ്പോ ദുആ ചെയ്താലും പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആരും കാണാതെ ഒറ്റയ്ക്ക് സുജൂദിൽ കിടന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് എന്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നബിയേ. എപ്പോ ദുആ ചെയ്താലും ഇത് പറയുമല്ലോ നബിയേ. എപ്പോ ദുആ ചെയ്താലും ഇങ്ങനെ ചെയ്യുമല്ലോ നബിയേ. അതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖാല ലൈസ മിൻ ഖൽബി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ ലൈസ മിൻ ഖൽബിൻ ഇല്ലാ വഖൽബുഹു ബൈന ഇസ്ബഈ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ആയിഷ അല്ലാഹുവിന്റെ കൈകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, രണ്ട് വിരലുകൾക്കിടയില് അല്ലാഹുവിന്റെ കയ്യിലാണ് മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത് പടച്ചവന്റെ കൽബിലാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. ഇൻഷാ അയ്യുഖീമഹു വഇൻഷാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഈമാൻ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. വഇൻഷാ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചവനത് കുറച്ചു കൊടുക്കും. ആയിഷ അല്ലാഹുവിന്റെ കയ്യിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, നൂലിൽ കെട്ടിക്കിട്ട
കെട്ടിയിരിക്കുന്ന പട്ടം പോലെയാണ്, നൂലിൽ കെട്ടിയിരിക്കുന്ന ഒരു ഇല പോലെയാണ്. കാറ്റടിച്ചാൽ ഏത് ഭാഗത്തേക്കും അത് പറക്കും സഹാബ. അതുകൊണ്ട് നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണോ. എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നബി അവിടെന്ന് പറയുകയാണ്, എങ്ങനെയാണ് ഈമാൻ വർദ്ധിപ്പിക്കേണ്ടതെന്നറിയുമോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയുമോ? റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പഠിച്ചു വെക്ക് ചെറുപ്പക്കാരാ. എപ്പ ദുആ ചെയ്യാനും പറയാൻ മറക്കല്ലേ മോര്, എപ്പ ദുആ ചെയ്താലും മറക്കല്ലേ. റബ്ബനാ ലാ തുസിഅ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ എന്റെ ഈമാനിൽ വർദ്ധനവ് താ അല്ലാഹ്, എന്റെ ഈമാനിൽ വർദ്ധനവ് താ അല്ലാഹ്. ദുആ ചെയ്യടാ പൊന്നുമോനെ, ചെയ്യടാ ചെറുപ്പക്കാരാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത് തൊപ്പിയും താടിയും തഴമ്പും ഇമാമും മുഅല്ലിമും എല്ലാം നമ്മുടെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട വരുന്നവനൊക്കെ ഓടി രക്ഷപ്പെടും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി ഹല്ലല റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയാ, ഞാൻ മുനാഫിക്കായി പോയി. നാഫക ഹല്ലല, നാഫക ഹല്ലല. സഹാബത്തിനോട് പറയാ, ഉറയിൽ ഇങ്ങനെ വാളിൽ വെച്ചിരിക്കാൻ നബി പറഞ്ഞ അപ്പവെട്ട. അങ്ങനെ നിൽക്കുന്ന സഹാബത്തിനോട് പറഞ്ഞു, ചോറും ഭക്ഷണവും കൊടുക്കണം, ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം, ഒട്ടകത്തിന്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്റെ കൂടെ കൂടിക്കൂടെ? ഇല്ല മുഹമ്മദേ, എനിക്ക് നിന്നെ ഏറ്റവും വെറുപ്പാ. ലോകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നിന്നെയും നിന്റെ നാടിനെയുമാണ്. മൂന്നിന്റെ അള്ളാന്റെ റസൂല് പറഞ്ഞു, മാറി നിക്ക് സഹാബ, ഇറക്കി വിടു പോട്ടെ. കാരണം മുത്തി നബിക്ക് അറിയാൻ തിരിച്ചു വരുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, കാരണം 3 ദിവസത്തെ സഹാബത്തിന്റെ ജീവിതമായിരുന്നു ആ മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട ഉള്ളവൻ കൂടെ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ്. ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അത് തൊപ്പിയും താടിയും തഴമ്പും ഇമാമും മുഅല്ലിമും എല്ലാം നമ്മുടെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ ജീവിതം കണ്ട വരുന്നവനൊക്കെ ഓടി രക്ഷപ്പെടും. അപ്പൊ അങ്ങനത്തെ അവസ്ഥയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബി ഹല്ലല റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറയാ, ഞാൻ മുനാഫിക്കായി പോയി. നാഫക ഹല്ലല, നാഫക ഹല്ലല. വിളിച്ചു കരഞ്ഞുണ്ടടക്കാം, ഞാൻ മുനാഫിക്കായി പോയി കരഞ്ഞുണ്ടടക്കാം. സഹാബികൾ ചോദിച്ചു, നീ എന്തേ മുനാഫിക്ക? അപ്പൊ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലിരിക്കുമ്പോ നരകവും ഖബറും പരലോകവും ഒക്കെ പറയുമ്പോ ഒരു പേടിയുണ്ട്. പക്ഷെ അവിടുന്ന് പള്ളിന്ന് വെളിയിറങ്ങി കഴിഞ്ഞാൽ എല്ലാം പോയി. സഹാബത്തിനോട് പറഞ്ഞു കൊടുക്ക, അബൂബക്കർ തങ്ങളോട്, ഉമർ തങ്ങളോടൊക്കെ പറയാ, മുത്തുനബിയുടെ മുന്നിൽ നിന്ന് നരകവും ഖബറും മരണമൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു പേടി വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ദുനിയാവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം പോയി. അത് മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ, അത് മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ. അള്ളാഹുവെ, കേൾക്കണ സഹാബത്ത് കരയാൻ തുടങ്ങി. കേൾക്കുന്ന സഹാബികൾ മുഴുവനും കരയാൻ തുടങ്ങി. എല്ലാവരും മുനാഫിക്കാണോ എന്ന് ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അങ്ങയുടെ മുന്നിലിരിക്കുമ്പോ മരണത്തെ കുറിച്ച് പറയുമ്പോൾ, ഖബറിനെ കുറിച്ച് പറയുമ്പോൾ, പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ, വിചാരണയെ കുറിച്ച് പറയുമ്പോൾ, മീസാനിനെ കുറിച്ച് പറയുമ്പോൾ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത പേടിയുണ്ട് നബിയേ.
മോശമായത് ചിന്തിക്കാൻ പോലും പേടിയാണ് നബിയെ. പക്ഷേ അതാ ഉപദേശം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചിന്തയൊക്കെ മാറുന്നു നബിയെ, ആ ചിന്തയൊക്കെ മാറുന്നു നബിയെ. അപ്പം മുനാഫിക്കല്ലേ നബിയെ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ ഒരിക്കലും അങ്ങനെയല്ല സ്വഹാബ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, അൽ ഈമാനു യസീദു വയൻഖുസു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ ഈമാൻ കുറയുകയും കൂടുകയും ചെയ്യും സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സ്വഹാബ. അതുകൊണ്ട് മുത്തുനബി പറയുകയാണ്, ഇന്ന ഈമാന യഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു സൗബു. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ വസ്ത്രങ്ങൾ നുരുമ്പിക്കുന്നത് പോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളെ കുറച്ച് കഴിഞ്ഞാൽ നുരുമ്പിക്കുമല്ലോ, അതുപോലെ മനുഷ്യന്റെ ഈമാനം നുരുമ്പിക്കും സഹാബ. ഈമാനം നുരുമ്പിച്ചു പോവുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാ, അവിടെ നിന്ന് പറയുകയാണ്, ഫസ്അലുല്ലാഹു തആല അയ്യുജദ്ദിദു ഈമാന ഫീ ഖുലൂബികും. നബി അവിടെ നിന്ന് പറയുകയാണ്, സഹാബ ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും സഹാബ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈമാൻ കൂടുകയും ചെയ്യും കുറയുകയും